എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചു. ആ മലയുടെ മുകളിലേക്ക് കൂടെ കയറിയേക്കാമെന്ന് വെച്ചു. ആ കാണുന്ന പാർക്കിങ് അവിടെ നിന്ന് ഞാൻ കയറി വന്നേ. ആ കാണുന്ന ഒരു ക്ലിഫ് പോലെ കാണുന്ന ഒരു എൻഡിലാണ് ഞാൻ ആദ്യം പോയി നിന്ന് വീഡിയോ എടുത്തത്. അവിടെ നിന്ന് ഞാനിങ്ങനെ ഇനി എന്താണെങ്കിലും രസമുള്ള വഴികളാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇറങ്ങാൻ പോകണം ഒറ്റയ്ക്ക് ആരുമില്ലാതെ. ഇങ്ങനെ വലിയൊരു മലയുടെ മുകളിലേക്ക് 5 ഡിഗ്രി തണുപ്പിൽ കയറി പോകുമെന്ന് പറയണത്. അങ്ങനെ കുറച്ചും കൂടെ മുകളിൽ കയറിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വീണ്ടും വെയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ഈവനിങ് ആകുമ്പോഴേക്കും ശരിക്കും അവിടെ സൺസെറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കുറച്ച് വെയിൽ കിട്ടുള്ളൂ. അതാണ് ഈ ഭാഗത്ത് ഇത്രയും തണുപ്പ് ഫീൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വെയിൽ വീടില്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു വിൻ്ററിലേത്. അതുപോലത്തെ ഒരു പ്ലേസ്. താഴെ ഞാൻ നിന്നോടത്ത് വേറെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ മലയാളികളെന്ന് തോന്നുന്നു. മലയാളം സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കയറി പോകുന്നു. ആ കാണുന്ന ക്ലിഫിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇതിൽ നടന്ന് ഇവിടം വരെ എത്തി. നൂറ്റാണ്ടുകളായിട്ടെന്നാന്ന് തോന്നുന്ന രീതിയിൽ മഞ്ഞും തണുപ്പും എല്ലാം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരൊറ്റ മരം. കറി പരിസരത്തുനിന്ന് ഒരൊറ്റ മരമില്ല, ആകെപ്പടി ഒരു മരം. പുള്ളി ഇങ്ങനെ വേരൊക്കെ എതിരിട്ട് വർഷങ്ങളായിട്ട് പ്രകൃതിയോട് മല്ലടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കും കേട്ടോ. അതൊരു സംഭവം തന്നെ കേട്ടോ. ആ മരം ഒറ്റയ്ക്ക് ആ ചെരുവിലിങ്ങനെ നിൽക്കണത്. എൻ്റെ താഴെ വിനാറ്റ് പാസ്, ആ കാണുന്ന വഴി. പുള്ളി മാത്രം അതിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞും മഴയും കാലാവസ്ഥയും എല്ലാം കടന്ന് അങ്ങനെ നിൽക്കുവാണ്. ഒറ്റയ്ക്ക് ഈ മലയുടെ മുകളിലേക്ക് നടന്ന് കയറുക. നാട്ടിൽ ഇടുക്കിയിൽ ജീവിച്ച് മല കയറിയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെയാണ് കയറണേ. പക്ഷേ ആ എക്സ്പീരിയൻസ് വേറെ, ഈ എക്സ്പീരിയൻസ് വേറെ. ഉള്ള കാടുംപേടും കയറി കിടന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ മല കയറാൻ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്. തണുപ്പാണ് പ്രശ്നം. നമുക്കവിടെ അത്രയും തണുപ്പില്ല. നമ്മളൊരു ചൂട് ക്ലൈമറ്റിൽ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം മുകളിൽ ചെല്ലുമ്പോഴേ നമുക്കൊരു കാറ്റടിച്ചുള്ള തണുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതങ്ങനെയല്ല. നല്ല തണുപ്പുള്ളപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുവാണ്. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ത്രില്ലാണ്. അതിനുവേണ്ടി ഞാൻ ഇറങ്ങിയതാട്ടോ. കാണണ്ട കാഴ്ച തന്നെയാണ് ഇതിൻ്റെ ടോപ്പിൽ നിന്നോട്ടുള്ളത്. എന്താ ഇതൊക്കെയാണ് കാണുന്നത്. താഴെയൊക്കെ ഫാം ഹൗസുകളാട്ടോ. ഇതൊരു ഫാമാണ്. ആടുകൾ കിടക്കുന്നുണ്ട്. ഓരോരുത്തരുടെ സ്ഥലം ഇങ്ങനെ തിരിച്ചിരിച്ചിട്ടാണ് ആ കാണുന്നത് തോന്നുന്നു. അത് നല്ല അടിപൊളിയൊരു ഫാമാണ് ആ കാണുന്നത്. അങ്ങനെ തരം തിരിച്ച് ഓരോ പ്ലോട്ട് തിരിച്ച് കുറേ ആളുകളും പ്രൈവറ്റ് ലാൻഡുകളൊക്കെയാണിത്. ഇതിൻ്റെ മുകളിൽ കയറ്റി അതാണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണോ പണ്ട് ഇവിടെ എങ്ങാണ്ട് മൊത്തം ഇരുമ്പ് അയിര് എടുത്തുകൊണ്ടിരുന്ന ടണലുകളും കേവ്സും കാര്യങ്ങളും ഒക്കെയാണെന്നാണ് പറയണത്. അതിൻ്റെ ഒരു ടൂറുണ്ട് ഈ മലക്കടിയിലൂടെ. ഒരു വലിയ ടണൽ ചെയ്തിട്ട് സ്പീഡ് വെൽ ക്യാവൻ എന്നുള്ള പേരിലൊരു ടൂറൊക്കെ ഉണ്ട് അവിടെ. അതിപ്പോൾ അപ്പോഴാണ് ഞാൻ നോക്കിയത്. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല എന്ന് വെച്ചുകൊണ്ട് വേണ്ടാന്ന് വെച്ചത്. ആ കാണുന്നതാണ് സ്പീഡ് വെൽ ക്യാവൻ എന്നുള്ളതിൻ്റെ എൻട്രി. ആ സ്പീഡ് വെൽ ക്യാവൻ്റെ എൻട്രി അതിലെതിലെയാണ് പോകുന്നത് ഉള്ളിലേക്ക്. അതിൻ്റെ ഉള്ളിൽ വെള്ളം കിടക്കുന്ന എന്തോ സംഭവമുണ്ട്. ആ വെള്ളത്തിക്കടെ ബോട്ടിനകത്തോടെയൊക്കെ എങ്ങാണ്ടാണ് കൊണ്ടുപോകുന്നത്. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണെന്ന് പലരും പോയവർ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഞാനെന്താണല്ലോ ഇന്ന് പോകുന്നില്ല. ടോപ്പിലേക്ക് ആവാറായിട്ടുണ്ട്. അതോ ഇത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഞാനങ്ങ് നടന്ന് കയറാൻ തന്നെ തീരുമാനിച്ചു. നോക്കിയും കണ്ടും കയറിയില്ല ഈ കാലും തന്നെ താഴെ കിടക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഐസ് വീണ് മെൽറ്റായി പോയിട്ട് പുല്ലൊക്കെ ചീഞ്ഞിങ്ങനെ ഒരു സോഫ്റ്റായിട്ട് നിൽക്കുക, ഒരു ഗ്രിപ്പില്ലാത്ത രീതിയിൽ. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വേണം കയറാൻ. എന്നാലും കുഴപ്പമില്ല, കയറുക. മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചതാ. അങ്ങനെ ഒന്ന് മുകളിൽ കയറിയിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് വെച്ചുകൊണ്ട് കയറുക കേട്ടോ. പുറകിൽ കാണുന്ന കാഴ്ച അതാണ് അതിൻ്റെ ഏറ്റവും ഭംഗി. ഒരു ഏരിയയിൽ മാത്രം വെയിലടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കണോ. ഒരു ചെറിയ ടോപ്പിലെത്തി. മിന്നറ്റ് പാസ് താഴെ ആ കാണുന്നു. മിന്നറ്റ് പാസ്. അയ്യോ അമ്മോ. താഴെ ആളുകൾ നിൽക്കുന്നത് മിന്നറ്റ് പാസിൻ്റെ സൈഡ്. ഫോട്ടോസൊന്നും എടുത്ത് നോക്കട്ടെ. നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് കിട്ടുമ്പോൾ ഫോട്ടോ എടുക്കാണ്ടിരിക്കണം എങ്ങനെയാ. വാവ്.
അടിപൊളി സ്റ്റൈലിൽ സ്ഥലം. അടിപൊളി. ഹോട്ടലിൽ വരുമ്പോൾ നല്ല സെറ്റപ്പായിട്ടുള്ള സ്ഥലം കേട്ടോ. ഞാനിങ്ങനെ കുന്നിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആരാണ്ട് ഒരു വരയിട്ടുകൊണ്ടിരിക്കണു. ഞാൻ കരുതി എന്ത് പണ്ടാരാന്ന്. അത് ഇവിടെ മനസ്സിലായി ഒരു ഫ്ലൈറ്റ് മുകളിലേക്ക് പോകണം. ഒരു ലൈൻ ഇങ്ങനെ താഴേന്ന് റോക്കറ്റ് വിട്ട സാരി മുകളിലേക്ക് പോകണുണ്ടോ. ഏകദേശം ടോപ്പിലേക്ക് എത്തിയിട്ടോ. ആ ടോപ്പിൽ നിന്ന് അടുത്ത ടോപ്പിലേക്ക് ഇവിടാണ് സൂര്യപ്രകാശം മുഖത്തടിക്കണേ. അയ്യോ, അതായത് ഒരു കുന്നിൻ്റെ മുകളിൽ കയറേണ്ട വന്നു ഒന്ന് വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ആ കുന്ന് സൂര്യനെ ഇങ്ങനെ മറച്ചു വെച്ചേക്കുക. അപ്പം ഇതിൻ്റെ ടോപ്പിൽ കയറിയപ്പോഴാണ് ഒരിച്ചിരി വെയിൽ കിട്ടിയത്. അങ്ങനെ കയറുമെന്ന് പ്ലാൻ ചെയ്താൽ കയറും. ഇതാ ആ ക്ലിപ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകാനെന്ന് വെച്ചത്. അവിടെ ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് അത്യാവശ്യം എനിക്ക് വേണം ഒരു 300 മീറ്ററെങ്കിലും കുത്തനെ കയറ്റാം. അതിൽ കയറി വന്നു. ഇതാ താഴെ വിന്നറ്റ് പാസ് കാണുന്നു. അങ്ങനെ ഞാൻ മുകളിലെത്തി. താഴെക്കടെ വിന്നറ്റ് പാസ്സാണ് ആ കാണുന്നത്. വാവ്, അവിടെ വന്നപ്പോൾ എന്തൊരാശ്വാസം. വെയിൽ നല്ല സൂപ്പർ വെയിലടിച്ച് കഴിയുമ്പം തണുപ്പൊക്കെ അങ്ങ് പോയി. വെയിലിൻ്റെ ഗുണം എന്നാന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവണേ. നാട്ടിൽ വെച്ച് വെയിലിനെ തെറിയും പറഞ്ഞുകൊണ്ട് കിടന്നതാണ്. ഇപ്പോൾ ഒരു വെയിൽ കാണാൻ കൊതിയാവുന്നുണ്ട്. നല്ലൊരു സൂര്യപ്രകാശം വെയിലും കിട്ടിയപ്പോൾ എന്തൊരാശ്വാസം. പെട്ടെന്നൊരു എനർജി വന്ന പോലെയാണ്. ആ ഇരുട്ടിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കയറി ലൈറ്റിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ സൂപ്പർ. കറക്റ്റ് പോയിന്റിലാട്ടോ എത്തിയത്. എൻ്റെ മോനെ, ഏറ്റവും ടോപ്പ് 360 ഡിഗ്രി. അതായത് അങ്ങനെ വഴി ഇതിലൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോകുന്നത്. വാ, അപ്പം കയറിയത് മുതലായി. അയ്യോ, മുകളിൽ ഐസിൻ്റെ അതിൻ്റെ മുകളിൽ കൂടെ ഐസാണ് കാണുന്നത്. മലയുടെ മുകളിൽ കൂടെ ഐസ് കിടക്കുന്നതാണ് കാണുന്നത്. സൈഡിൽ മാത്രം വെയിൽ, അപ്പുറത്ത് ഇതിൻ്റെ തണൽ. ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ ഓടാനാ തോന്നുന്നത്. ആഹാ, എന്താ പ്ലേസ്. തണുപ്പുണ്ടെങ്കിലും ഉണ്ടല്ലോ, ആ മുകളിൽ കയറിയിട്ട് ബോഡിയൊക്കെ ഹീറ്റായി നല്ല എനർജി ആയിട്ടോ. ഇവിടെ നിന്ന് കാണുന്ന വ്യൂ എന്താ സെറ്റപ്പ്. ഇത് ഫുള്ളിങ്ങനെ പീസായിട്ട് നിൽക്കും. അങ്ങോട്ട് നീങ്ങാൻ പേടിയാട്ടോ. ആ പീസ് കട്ടായി നിൽക്കും പോലെ തോന്നണേ. എങ്ങാനും നല്ല കാലത്തിൽ ഇടിച്ച് താഴേക്കും വല്ല വണ്ടിയുടെ മുകളിലേക്കും പോയാൽ അതിലും വലിയ പണിയാവും. നമ്മൾ പോട്ടേന്ന് വയ്ക്കുക. ഇവിടെ വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ നമുക്ക് ഏറ്റവും പ്രശ്നങ്ങൾ തന്നെ. അങ്ങോട്ട് അങ്ങോട്ട് സൂപ്പർ സ്ഥലം. കയറി അടിപൊളി പ്ലേസ്. ഏകദേശം ഇന്നത്തെ പണി അവസാനിപ്പിച്ച് പോയി തുടങ്ങി. സൂര്യൻ്റെ പരിപാടികളൊക്കെ പോവാ. കള്ളു കുടിച്ചിട്ട് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഗ്ലാസും കുപ്പിയും ഇത്രയും ടോപ്പിലിരുന്ന് അടിക്കണതിൻ്റെ
ഫീലിംഗ് എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കണം. അയ്യോ, അയ്യോ, അങ്ങനെ ഏറ്റവും അതായത് ഏറ്റവും ടോപ്പിൽ ഞാൻ എത്തിയേക്കുവാണ്. ഇവിടെ നിന്ന് രണ്ട് സൈഡിലേക്കും പിന്നെ ചെരുവാട്ടോ. ഈ കാണുന്നതിൻ്റെ താഴേക്കടെയാണ് വിന്നറ്റ് പാസ് പോകുന്നത്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ ഈ മലേനെ ചുറ്റിക്കറങ്ങി ഇതിനിടയിലൂടെയാണ് വിന്നറ്റ് പാസ് അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നത്. ഏറ്റവും വിന്നറ്റ് പാസിൻ്റെ ഹയസ്റ്റ് ഏരിയയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം. നല്ല കാറ്റും നല്ല തണുപ്പും കേട്ടോ. ശരിക്കും കൂട്ടുകൂടി ഫ്രണ്ട്ഷിപ്പായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വരുവാണെങ്കിലും ഫാമിലിയായിട്ട് വന്നാലും ഫാമിലിയായിട്ട് വരുമ്പം ഇത്രയും കയറ്റം കയറാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എല്ലാവർക്കും. പക്ഷേ അത്യാവശ്യം നല്ല അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലം കേട്ടോ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറിന് പ്രത്യേക റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. വേസ്റ്റ് കാര്യങ്ങളൊന്നും കൊണ്ടുവരരുത്, ഇടരുത്, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. നല്ല കാറ്റും നല്ല തണുപ്പും കൊണ്ട് കൈയൊക്കെ മരയ്ക്കുവാണ്, അതുപോലത്തെ തണുപ്പുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഭംഗി തന്നെയാട്ടോ. വാവ്. ഈ സമയത്ത് തണുപ്പ് പ്രശ്നമുള്ളവർ വരരുത് കേട്ടോ. കാരണം തണുപ്പിന് ബുദ്ധിമുട്ടുള്ളവർ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ഈ തണുപ്പ് കൊള്ളുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. എന്തെങ്കിലും കാരണവശാൽ തിരിച്ചിറങ്ങാൻ പറ്റാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതാണ് ഏറ്റവും ഹയസ്റ്റ് പ്ലേസ്. അവിടം വരെ ചെന്നിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ആ കാണുന്ന മാമത്തോറിൽ അവിടെ കയറാനുള്ള വഴിയുണ്ട്. പാസിൻ്റെ വ്യൂ, വിന്നറ്റ് പാസ്, വിന്നറ്റ് പാസിൻ്റെ വ്യൂ. അതിലിങ്ങനെ ഇറങ്ങി ഇതിലിങ്ങനെ താഴേക്കടെ പോകുന്നതാണ് വിന്നറ്റ് പാസ് വരുന്നത്. അതിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ ഈ ടോപ്പിൽ കയറി നിന്നപ്പോൾ കിട്ടും. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. മാത്രമായി ഞാനപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇനി ഇവിടെ നിന്ന വലിയ പാടാണ്. അപ്പോൾ അതും കൊണ്ട് ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിച്ച് ഈ മല ഇറങ്ങാമെന്ന് വെച്ചു. എനിക്ക് ഇറങ്ങിച്ചെല്ലേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇതാ കാണുന്ന ഏരിയയാണ്. അവിടെ ചെല്ലണം. താഴേക്ക് ഇറങ്ങും കേട്ടോ. താഴേക്ക് ഇറങ്ങൽ ഒരു ടെക്നിക്കിലൂടെ ഞാൻ ഇറങ്ങുന്നത്. ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോവുക. താഴേക്ക് ഇറങ്ങുമ്പം അങ്ങ് കാണുന്ന സൺസെറ്റാണത്. ഭയങ്കര സ്റ്റൈൽ ഏരിയയിൽ. കയറി വന്നാൽ അതില്ല, ആ സ്റ്റെപ്പുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങും കേട്ടോ. എന്താണേലും ഇവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടായിരുന്നു, മലയാളികളാണ്. അവർ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി പോന്നുകൊണ്ടിരിക്കുക. സൺസെറ്റിൻ്റെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് അവിടെ. വിന്നറ്റ് പാസിൽ കൂടെ വണ്ടികൾ എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇറങ്ങി നിന്ന് താഴെ എത്തിയപ്പോഴേക്കും അപ്പുറം മലയിൽ സൺസെറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കില്ലാത്തൊരു ദിവസമായിട്ടുണ്ട്. സുഖമായിട്ട് വരാനും പോകാനും പറ്റി. അതാണ് സ്പീഡ് ബെൽ കാരവൻ എന്ന് പറഞ്ഞത്. പക്ഷേ വീണ്ടും തെറ്റിപ്പോകണ്ട. സ്പീഡ് ബെൽ ക്യാബൻ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബോട്ട് സഫാരി കാര്യങ്ങളൊക്കെയുള്ള സംഭവമാണത്. അടിപൊളി പ്ലേസാണ്. പാർക്കിംഗ് ഉണ്ട്, അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാൻ നല്ല സ്പേസുള്ള സ്ഥലമാണ്. പാർക്കിംഗ് ഫീ ഉണ്ട്, എന്നാലും ഓക്കെ. അപ്പോൾ അങ്ങനെ വിന്നറ്റ് പാസിൻ്റെ മുമ്പിൽ ഞാൻ വന്ന് നിന്നുള്ള വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു.
ഫോർ വാച്ചിങ് ദിസ്. പിന്നെ അടുത്ത സ്ഥലം പരിചയപ്പെടുത്തി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. രണ്ട് സൈഡും പുല്ല് കഴിഞ്ഞ സ്ഥലങ്ങളും എല്ലായിട്ടും പുല്ല് വിരിച്ച മൈതാനങ്ങളും അതിൻ്റെ നടുക്കോടെയുള്ള അടിപൊളി വഴിയും സൺസെറ്റ്. അങ്ങ് ദൂരെ കാണുന്ന ലീക്ക് ടൗൺ, അതിൻ്റെ ഇപ്പുറത്തുള്ള സൺസെറ്റ്, എല്ലാം കൂടെ കൂടി ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ച. എന്താ സ്റ്റൈലല്ലേ! ക്യാമറയിലും വീഡിയോയിലും കാണുന്നൊന്നുമല്ല, ശരിക്കുള്ള ഭംഗി നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സ്റ്റൈലിൽ സൺസെറ്റ്.